എടത്തിരുത്തി കിസാൻ സർവീസ് സഹകരണ ബാങ്കിന്റെ ആഭിമുഖ്യത്തിൽ SSLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു. ജില്ലാ പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PM അഹമ്മദ് അനുമോദന യോഗം ഉദ്ഘാടനം ചെയ്തു. നാട്ടുകാരൊക്കെ വിളിച്ചുകൂട്ടി, ബാങ്കിന്റെ സഹകാരികളൊക്കെ വിളിച്ചുകൂട്ടി, നിങ്ങൾക്ക് ഇങ്ങനെ സമ്മാനം തരുമ്പോഴും നിങ്ങൾക്ക് ചില ബാധ്യതകൾ അതോടൊപ്പം അറിയാതെ ബാങ്ക് വെച്ചിരുന്നുണ്ട്. അത് സാമൂഹ്യ പ്രതിബദ്ധത എല്ലാവർക്കുമാണ്. നിങ്ങൾ പഠിച്ച് എന്തോ ആയിക്കോട്ടെ, ഒരു വാച്ച്മാൻ അത് അങ്ങോട്ട് എന്താ പ്രസിഡന്റ് വരെ ആളുള്ള ഏത് കസേരയിലും നിങ്ങൾ ചെന്നിരുന്നത് അവിടെ നിങ്ങൾ കാട്ടേണ്ട ഒരു സാമൂഹ്യ പ്രതിബദ്ധത മനുഷ്യരുടെ അതുപോലെ പെരുമാറും. എന്ത് ഡോക്ടറായിട്ടും അച്ഛൻ അമ്മ നോക്കണില്ലെങ്കിൽ പിന്നെന്താ കാര്യങ്ങളുണ്ട്? അയൽവക്കക്കാരെ കണ്ട തിരിച്ചറിയാത്ത ആളുകളുടെ എന്താ കാര്യം? ബാങ്ക് പ്രസിഡന്റ് ബൈന പ്രദീപ് അധ്യക്ഷയായി. നമ്മളുടെ ഇങ്ങനെയുള്ള അവാർഡ് ദാന ചടങ്ങുകളൊക്കെ വളരെ കുറവായിരുന്നു. ആ കാലഘട്ടത്തിലാണ് നമ്മളുടെ ബാങ്ക് തുടങ്ങിയത്. ദയാനന്ദനെ കുറിച്ച് പറയുകയാണെങ്കിൽ സാമൂഹ്യ പ്രവർത്തകനും പൊതുപ്രവർത്തകനുമൊക്കെയായി ഈ നാട്ടിൽ എല്ലാവർക്കും വളരെ സുപരിചിതനായ അദ്ദേഹത്തിന്റെ വിടവാങ്ങിന് ശേഷമാണ് അവരുടെ വീട്ടുകാർ നമുക്കിങ്ങനെ ഒരു എൻഡോമെന്റിലൂടെ നടത്തണമെന്നുള്ള ഉദ്ദേശത്തോടെ തുടങ്ങിയതാണ്. അന്ന് തുടങ്ങുമ്പോൾ ചെറിയ തുക കൊണ്ട് മാത്രം പോരാ എന്ന് വെച്ചുകൊണ്ട് തന്നെ ചെറിയ സംഖ്യകൾ മറ്റു അംഗങ്ങളെ നമ്മുടെ സഹകാരികളൊക്കെ എന്നെല്ലാം വാങ്ങിച്ചുകൊണ്ടാണ് അന്ന് ആ എൻഡോമെന്റ് വിതരണം തുടങ്ങിയത്. ജില്ലാ പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മഞ്ജുള അരുണൻ, എടത്തിരുത്തി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് TK ചന്ദ്രബാബു എന്നിവർ മുഖ്യാതിഥികളായി. മൂല്യബോധമുള്ള സാമൂഹ്യ പ്രതിബദ്ധതയുള്ള മക്കളെ നിങ്ങൾ വളരണം. നിങ്ങൾ വിചാരിക്കും ഞങ്ങൾ പഠിച്ചു വലുതായി ഞങ്ങളുടെ മാത്രം കഴിക്കണം അല്ല, രക്ഷിതാക്കൾ കൊണ്ട് മുറുക്കിവിടുന്നു. അല്ലാതെ നമ്മുടെ മക്കൾ വലുതാവണം എന്ന ചിന്തയോടുകൂടി തന്നെയാണ് നിങ്ങളെ വളരെയേറെ കഷ്ടപ്പെട്ട് തന്നെയാണ് പഠിപ്പിക്കുന്നത്. അതോടൊപ്പം സമൂഹവും നിങ്ങളോടൊപ്പം ഉണ്ട്. PTM മാതിരിയുള്ള സംഘടനകൾ നിങ്ങളുടെ വിദ്യാലയത്തിൽ നിങ്ങൾക്ക് വേണ്ട ഭൗതിക സാഹചര്യങ്ങളെല്ലാം ഒരുക്കി തരുന്നു. അധ്യാപകന്മാർ അവരെന്താ ചെയ്യുന്നത്? അധിക പഠനം എന്നതിന്റെ പേരിൽ അവരുടെ വീട്ടിലേക്ക് പോലും പോവാതെ രാത്രി 8-9 മണി വരെയും ഇരുന്നു കൊണ്ടാണ് നിങ്ങളെ 100% വിജയം കൈവരിക്കുവാൻ വളരെയേറെ കഷ്ടപ്പാട് സഹിച്ചുകൊണ്ട് തന്നെയാണ് നിങ്ങൾക്ക് വിദ്യാഭ്യാസിപ്പിച്ചു തരുന്നത്. എടത്തിരുത്തി വില്ലേജിൽ 2 ബാങ്കുകളാണ്. ഏകദേശം 2 ബാങ്കുകളും 8 വാർഡിന്റെ പരിധിയിലാണ് പ്രവർത്തിക്കുന്നത്. 4 വാർഡുകളോളം മാത്രമുള്ള ഈ കിസാൻ സർവീസ് സഹകരണ ബാങ്കിന്റെ പ്രവർത്തനം നേരത്തെ നമ്മളുടെ അനുശോചനം രേഖപ്പെടുത്തിയിട്ടുള്ള നമ്മുടെ വിട്ടുപിരിഞ്ഞു പോയ പ്രസിഡന്റുമാരും മെമ്പർമാരും അതുപോലെ കാര്യം ഷൺമുഖേട്ടൻ ഉൾപ്പെടെയുള്ളവരുടെ വളരെ ശ്രദ്ധയോട് കൂടിയിട്ടുള്ള സുതാര്യതയോട് കൂടിയിട്ടുള്ള പ്രവർത്തനത്തിന്റെ ഭാഗമായി കൊണ്ട് തന്നെയാണ് കേവലം 4 വാർഡുകൾ ഒതുങ്ങി നിൽക്കുന്ന ഈ ബാങ്കിനെ ഇന്ന് കാണുന്ന ഏറ്റവും വലിയ നിലയിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞിട്ടുള്ളത് കൂടി നമ്മൾ നോക്കണം. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം നവമി പ്രസാദ്, പഞ്ചായത്ത് അംഗങ്ങളായ PH ബാബു, സജീഷ് സത്യൻ, ഫാത്തിമ അഷ്റഫ്, ബാങ്ക് വൈസ് പ്രസിഡന്റ് മുസ്തഫ കമാൽ, ബാങ്ക് സെക്രട്ടറി MC പ്രിയ തുടങ്ങിയവർ സംസാരിച്ചു. മുഗൾ ജ്വല്ലറി. സുവർണ സ്വപ്നങ്ങൾക്ക് പൊന്നിൻ സാക്ഷാത്കാരമേകിയ മുഗൾ ജ്വല്ലറി
ഇപ്പോൾ നമ്മുടെ 3 പീടികയിലും ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ ഏറ്റവും മികച്ച കളക്ഷനുമായി ട്വിങ്കിൾ ഫാസ്റ്റ് 1000 രൂപയിൽ തുടങ്ങുന്ന കിഡ്സ് കളക്ഷൻസ്. വിവാഹ പാർട്ടികൾക്ക് സ്വർണം ഹോൾസെയിൽ വിലയിൽ 916 സ്വർണ്ണാഭരണങ്ങൾ മാറ്റിയെടുക്കുമ്പോൾ വിലയിലോ തൂക്കത്തിലോ മാറ്റമില്ല. ഏറ്റവും പുതിയ മോഡലുകൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ സ്വന്തമാക്കാം. 10 പവനിൽ തുടങ്ങുന്ന എക്സ്ക്ലൂസീവ് വെഡിംഗ് സെറ്റുകൾ, ട്രെൻഡി ആൻഡ് ട്രഡീഷണൽ വെറൈറ്റി കളക്ഷൻസ്. പൊന്നിൽ തീർത്ത 3 പതിറ്റാണ്ടിന്റെ ആത്മബന്ധം. മുഗൾ ജ്വല്ലറി, 3 പീടിക ആൻഡ് ത്രിപ്രയാർ. You're watching True Line News.